ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എഗ്ഗ് വെച്ചിട്ടുള്ളൊരു ഡിഷാണ്, എഗ് മലായ്. ഈ ഡിഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈൽഡായിട്ടുള്ള സ്പൈസസ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ ഡെലീഷ്യസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിഷാണ്. ഇത് ഞാനിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ കുക്കിംഗ് ആണ്. വളരെ പതുക്കെ അങ്ങനെ വെച്ചാൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പ്രിപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. നമ്മളിവിടെ 4 എഗ്ഗ് പുഴുങ്ങി ഞാൻ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ഒരെണ്ണം, 4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില, സോൾട്ട്, നല്ല ജീരകം പൊടിച്ചത്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെ 1/2 ടീസ്പൂൺ വീതം മതി കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാൻ മറന്നുപോയി. 1 കപ്പ് പാല്, നമ്മുടെ സാധാരണ പശുമ്പാലില്ല, മിൽമേൻ്റെ പാലാണ്, അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കപ്പിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഒന്ന് കട്ട് ചെയ്തിട്ടിടാം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ചൂടാക്കാം. പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ അരച്ചു വെച്ച സവാളയും പച്ചമുളകും എല്ലാം കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം നന്നായി താത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ പതുക്കെ ഇത് കുക്ക് ചെയ്തെടുക്കണം നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ പതുക്കെ ഇളക്കി കൊടുത്ത് ഏകദേശം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ, അതായത് ഏകദേശം അതിൻ്റെ റോ സ്മെല്ല് പോണ വരെ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ നന്നായിട്ട് ഇങ്ങനെ സോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളർ കണ്ട പച്ച കളറിൽ നിന്ന് ഒന്ന് മാറി വന്നിട്ടുണ്ട്, അതായത് റോസ് സ്മെല്ല് നന്നായി പോയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാല് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസ് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് സോൾട്ട്. ഇനി ഇത് നമ്മൾ ഇതേപോലെ കണ്ട് സ്ലോ കുക്കിംഗ് തന്നെയാണ്. ഇത് ഇളക്കി ഇതിൽ ആ ഒരു എണ്ണയുണ്ടല്ലോ തെളിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിനാണ് നമ്മൾ കുറച്ച് നേരം, അതായത് ഒരു 3 മിനിറ്റോളം നമ്മളിങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ ഈ എണ്ണ തെളിഞ്ഞു വന്നു. ഈ സൈഡിലൊക്കെ വേണ്ട എണ്ണ തെളിഞ്ഞു വന്നു, മുകളിലും എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ സമയത്ത് നമുക്ക് എഗ്ഗ് പുഴുങ്ങി വെച്ചത് ഈ മഞ്ഞക്കൊരു താഴേക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഒരു ലിഡ് കൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എഗ്ഗ് ഒന്ന് തിരിച്ചിട്ടിട്ടും ഇതേപോലെ 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ, അതായത് ഒരു 15 മിനിറ്റ് ഉള്ളിൽ തയ്യാറാക്കണം എന്ന് തോന്നുമ്പോൾ, പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിയും നാണും അങ്ങനത്തെയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു എഗ് റെസിപ്പിയാണിത്. അപ്പോൾ ആകെ കൂടി ഇതിൻ്റെ പ്രത്യേകത സ്ലോ കുക്കിംഗ്, അത്രേ ഉള്ളൂ. പിന്നെ ഇൻഗ്രീഡിയൻസ് കുറവാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമെന്ന് വെച്ചാൽ അധികം എരിവൊന്നും ഇല്ലാണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി വേണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കാം. കണ്ടില്ലേ, നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല എന്താ പറയുക, നല്ല ഗ്രേവിയൊക്കെ ഉള്ള ഒരു ഡിഷ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ്
നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്താണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.